കഴിഞ്ഞ പ്രാവശ്യം കന്യാകുമാരിയിൽ പോയപ്പോൾ ബാക്കി വെച്ച ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു. കന്യാകുമാരിയിലെ സൂര്യോദയം. ആ സൂര്യോദയം കാണാൻ വേണ്ടി ഞാനിതാ വീണ്ടും കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. ചില സ്ഥലങ്ങൾ നമുക്ക് എത്ര പ്രാവശ്യം പോയാലും ഒരു പുതുമ ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു സ്പോട്ട് കൂടിയാണ് കന്യാകുമാരി. എന്നെപ്പോലെ തന്നെ കന്യാകുമാരിയിൽ എത്താൻ വേണ്ടി കുറേ പേര് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഞാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം കന്യാകുമാരി നല്ല റഷായിരിക്കും. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് കന്യാകുമാരി വളരെ ശാന്തതയിലായിരുന്നു ഉണ്ടായിരുന്നത്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കടലിൻ്റെ സൗന്ദര്യം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രകൃതി തന്നെ നിർമ്മിച്ച എന്തൊക്കെ വസ്തുക്കളാണല്ലേ, അതിൻ്റെ ഒരു ശേഖരം തന്നെ നമുക്ക് കന്യാകുമാരി പോയാൽ കാണാൻ പറ്റും. ഒരു പാനിപ്പൂരി കഴിക്കണമെന്നും കൂടിയുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കടകളെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ പാനിപ്പൂരി കിട്ടിയില്ല. പകരം മസാലപ്പൂരിയും നല്ല മുളകിട്ട മാങ്ങയും കൂടെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കന്യാകുമാരി ഉണരും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടകളെല്ലാം 9 മണിയാകുമ്പോൾ തന്നെ ഏകദേശം ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ടാവും. പണ്ടെപ്പോഴൊക്കെയോ തമിഴ് സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു വണ്ടിയായിരുന്നു ഇത്. അങ്ങനെ ആ വണ്ടിയിൽ കയറി വെറുതെ ഫോട്ടോസൊക്കെ എടുത്തു. അതിനിടയ്ക്ക് ശംഖ് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ട് അവരടുത്ത് ഒരുപാട് സംസാരിച്ചു. ഇഷ്ടപ്പെട്ട 2-3 ശംഖുകളൊക്കെ ഞങ്ങൾ വാങ്ങി. ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മുളകിട്ട് വെച്ച കുറേ ഇങ്ങനത്തെ സീ ഫുഡ് ഐറ്റംസും അവിടെയുണ്ട്. റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിയില്ല. തൊട്ടടുത്ത മറ്റൊരു ഹോട്ടലിൽ കയറി നല്ല ഫുഡ് കഴിച്ചു നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നാളത്തെ സൂര്യോദയമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.